നടൻ ഇ.എ. രാജേന്ദ്രൻ അന്തരിച്ചു. ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 71 വയസ്സിലാണ് അന്ത്യം. നടൻ, നാടക പ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവമായ ഇ.എ. രാജേന്ദ്രൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതനാണ്. സിനിമകളിൽ മാത്രമല്ല, കാളിദാസ കലാകേന്ദ്രമടക്കം നാടക പ്രവർത്തനങ്ങളിലും സജീവമായി നിൽക്കുന്ന ഇ.എ. രാജേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കുടുംബമാകെയും ഒരു നാടക കുടുംബമാണ്. മുകേഷിൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഒരുപക്ഷെ ആ രീതിയിൽ കൂടി നമ്മൾ ശ്രദ്ധേയമാണ്. ചില സിനിമകളിലെ ചില റോളുകളിലൂടെയും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അതിനപ്പുറം നാടക മേഖലയിലെ വലിയ സാന്നിധ്യം എന്ന നിലയിൽ കൂടിയാണ് എ രാജേന്ദ്രനെ ഓർക്കുന്നത്. തൃശ്ശൂരിലാണ് ജനനമെങ്കിലും കുറെ കാലമായി അദ്ദേഹം കൊല്ലത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. നാടക പ്രവർത്തനം, ഒപ്പം തന്നെ ടെലിവിഷൻ സീരിയലുകളിൽ, സിനിമകളിൽ, അങ്ങനെ സജീവമായ ഒരു കലാജീവിതമാണ് അവസാനിക്കുന്നത്. 71 വയസ്സിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് വരുന്നത്. കോളേജ് പഠനകാലത്തിന് ശേഷം ഡൽഹിയിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നുകൂടി ഈ നാടക പഠനം, അഭിനയ പഠനമൊക്കെ നടത്തിയ ആളാണ് ഇ എ രാജേന്ദ്രൻ. അത്തരത്തിലൊരു തലമുറയിലെ ഒരു നടൻ കൂടി വിടവാങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് ഈ വിയോഗ വാർത്ത അറിയുന്നത്. നടനും സംവിധായകനും നാടക നടനും ഒക്കെയായിരുന്നു ഇ എ രാജേന്ദ്രൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൊല്ലത്തെ വസതി വെച്ചായിരുന്നു അന്ത്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്കാരം അത് നാളെ ജന്മസ്ഥലമായ തൃശൂർ തൃത്തല്ലൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ നടനായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റു വേഷങ്ങളിലൂടെയും ഒക്കെ മലയാള പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന വ്യക്തി കൂടിയായിരുന്നു ഇ എ രാജേന്ദ്രൻ. നാടക നടൻ എന്ന നിലയ്ക്കും കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ നാടകത്തിന് പേരുകേട്ട ജില്ല കൂടിയാണ്. അവിടുത്തെ പ്രധാന നാടക ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഇ എ രാജേന്ദ്രൻ. കുറെ നാളുകളായിട്ട് ഈ കരൾ സംബന്ധമായ രോഗത്തിற்கு തുടർന്ന് അവശ നിലയിൽ കഴിയുകയായിരുന്നു. വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് അന്തരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്.